ഹായ് ഫ്രണ്ട്സ്, ഇന്നിൻ്റെ പണി തോട് വൃത്തിയാക്കലാണ്. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് 5 മിനിറ്റ് ഞങ്ങൾ തോട്ടിലെത്തിട്ടോ. അവിടെ കൊടുവാളുമായിട്ട് തോട്ടിലുണ്ട്. ഞങ്ങൾ തോടിൻ്റെ അടുത്തൊക്കെ ഒന്ന് കാട്ടിക്കൊണ്ട് മോനെ മൊത്തം കാട്ടിക്കൊണ്ട് കൊള്ളൊന്ന് വൃത്തിയാക്കാൻ പോകുന്നു. തോട്ടിൽ വെള്ളമൊന്നുമില്ല ഗൈസ്. വെള്ളം അവിടെ കെട്ടി നിർത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കണ്ടെത്തണം. കിണറിൽ വെള്ളം കണ്ടാണെങ്കിൽ അവിടെ കുറച്ച് കെട്ടി നിർത്തിയെങ്കിലും ഉണ്ടാവും. നോമ്പിനൊക്കെ വീട് വൃത്തിയാക്കി വീടും പരിസരവും പിന്നെ നമ്മളെ തോടാണ് വൃത്തിയാക്കാൻ. അതുകൂടി കഴിഞ്ഞാൽ പൂർത്തിയാവും. മുഴുവൻ തോട്ടിൽ കഴിച്ചല്ല ഒരാണ് തോട് നാശായിക്കൊണ്ട് വേറെ ജനങ്ങൾ തോന്നുന്ന തോട്ടക്കാരൊക്കെ എല്ലാ വേസ്റ്റ് മുഴുവൻ നൂറ്. അപ്പോൾ ഗൈസ് അടിച്ച് വാരി ഇങ്ങനെ കാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഉണ്ട് കുറച്ച് വെള്ളം പിന്നെ ഇനി മഴക്കാലമാണോ അങ്ങോട്ടൊക്കെ എത്താൻ. അപ്പോൾ ആ സൈഡിലേക്കൊക്കെ ഇനി മഴക്കാലമായിട്ടേ വരും. അപ്പം ഭാഗത്ത് സച്ചു ഇനി നമുക്ക് അവിടെ കെട്ടാം. കല്ലെടുത്ത് കല്ലൊക്കെ പെർക്ക്. ആകെ സഹായിക്കാൻ എൻ്റെ സച്ചുമോനെ ഉള്ളൂ കേട്ടോ. തോടിൽ തിരുമ്പാൻ വരുന്നവർക്കൊന്നും ഇതിനൊന്നും കഴിയൂല. അപ്പോൾ കല്ലെടുക്കാൻ ഞാനും കൂടി പോയെങ്കിലേ സ്പീഡ് കൂടുള്ളൂ. അങ്ങോട്ട് എടുത്തിടുന്നിട്ട് നമുക്ക് സൈഡ് കെട്ടണം. അല്ലാണ്ട് ഇനി വെള്ളം അല്ലാണ്ടായി പോകും. കിണറ്റിൽ വെള്ളം വേണ്ടേ നമുക്ക്. ഇവിടെ നാട്ട് നാട്ടുകൂടെ ഇങ്ങനെ നട്ടാനാവില്ല. ഗൈസ് ഈ വലിയ കല്ലൊക്കെ ഞങ്ങൾ അലക്കുന്നതായിട്ടോ. വലിയ വെള്ളം വന്നിട്ട് ഇതുണ്ടോ, ഇതൊക്കെ ഞങ്ങൾ അലക്കുന്ന കല്ല. ഇതൊന്നിട്ട് പൊന്തിക്കാനാവില്ല. എടുത്തിട്ടാലൊക്കെ നല്ല ആർക്കും ഒന്നിനും കഴിയൂല കൂടി തരാൻ. ഗൈസ് ഇത്രയും കല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങളത് ആ സൈഡിലൊന്ന് കെട്ടട്ടെ, എന്നിട്ട് കാട്ടി തരാം. ഇനി നമുക്ക് ഈ പൊന്തക്കാടൊന്ന് വെക്കണം. നമുക്ക് സത്യം ഒരാൾ ഇവിടെ അലക്കാൻ വരുന്നുണ്ട്. നന്നാക്കാൻ നമ്മൾ മാത്രമല്ലല്ലോ. ഇവിടെ ഇപ്പം തനി വെള്ളം വരണ മഴക്കാലാണ്. അതുകൊണ്ട് ചപ്പൊക്കെ അങ്ങോട്ട് ഇട്ടാൽ കുഴപ്പമില്ല. വെള്ളത്തിൽ നിന്ന് മാറി കിട്ടും. ഓ കയ്യിന് ഇവിടെ ലേശം മുറിയുകയും ചെയ്തു. ഞാൻ തൂങ്ങി കിടക്കുന്ന വീട് പറ്റട്ടെ. ചുമയട്ടെ കാണില്ല. എന്താ കണ്ട് കണ്ട് കണ്ടേ എവിടെയും തൊടല്ലേ. ഇതൊക്കെ നമ്മൾ ഇറങ്ങി വരുന്ന വയ്യ. കണ്ണ് കുത്തിയാലും ഇങ്ങനെ തന്നെ വീട്ടിലൊക്കെ കഴിഞ്ഞ് എടുത്താൽ നന്നാച്ചു. ഒരച്ചായില്ല കയ്ക്ക് എന്തോ വേദന കൈ വേദനയ്ക്കാം. ഒരാൾ തോട് നന്നാക്കി ഇതാ വെള്ളത്തിൽ കളിക്കാൻ പോയിക്കുന്നു. നീന്തിക്കോ, ഉപ്പായ വരണ്ട, അങ്ങനെ നീന്തിയാൽ മതി. ആട്ടൊന്നും വേണ്ട, അവിടെ വെള്ളം കുറവാ. ആ കുണ്ടെന്ന് മാത്രം ആട്ടാ മാടെ തല എനിക്കാണ് വെള്ളം കളിച്ചാൽ മതി. ഗൈസ് കൈ മുറിഞ്ഞു, ചെറുങ്ങനെ ഇങ്ങിക്കുന്നു. ഈ ഇല്ലും കൂടി കുറച്ച് വെട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഇതൊക്കെ കയ്യുമ്മ കൊണ്ടാൽ പണി കിട്ടും. ഇതാണ് ഇതിനൊക്കെ പേടി. ഇതൊക്കെ നീണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ നിന്ന് അലക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോവും. എന്നാ മോനെ ഇതുപിടി ഇതുപിടി അങ്ങനെ പിടിക്ക്. ഇതേ തല കഴിക്ക്. വെള്ളം
എനിക്ക് മോനോസ് വന്നപ്പോ കുയ്യുന്ന മുറിയൊക്കെയായിരുന്നോ ഈ കുയ്യുന്ന് ഒക്കെ വലിയ വെള്ളം വന്നപ്പോൾ ഇന്നലെ വന്ന് അടങ്ങിയ പ്ലാസ്റ്റിക്കുകളാണ്. ഗൈസ് ഞങ്ങൾ തോട് വൃത്തിയാക്കി കഴിഞ്ഞു. കാട്ടി തരാം. ഞാൻ അടിച്ചു വാരി ഇല്ലിയൊക്കെ വെട്ടിക്കളഞ്ഞു. സൈഡ് കൂടിയ പറ്റൻ അത്ര നന്നാക്കിയിട്ടുണ്ടെന്ന് എൻ്റെ മോൻ പറയാൻ. ശരിയാണ്, ആകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മോനെ നന്നാക്കി കിട്ടാം. ഈ മോനാണ് എനിക്ക് സഹായിക്കേണ്ടത്. ഇവിടെയാണ് ഞങ്ങൾ കെട്ടി നിർത്തിയത്. ഈ വെള്ളം അങ്ങനെ നിന്നാലേ ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളം ഉണ്ടാവും. അലക്കുന്ന സ്ഥലമാണത്. ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇപ്പം പിന്നെ കുളിക്കലില്ല ഇവിടുന്ന് ആരും. എല്ലാവരുടെ കയ്യിലും ക്യാമറ ആയത് കാരണം ഞങ്ങൾ കുളിയൊക്കെ നിർത്തിയത്. ഞങ്ങൾ അലക്കി പോകലേ ഉള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് തൊട്ട് കൊടുക്കുന്നാലേ അടുത്തടുത്ത വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. കുക്കിങ്ങിൻ്റെതോ അങ്ങനെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.